محمد صلى الله عليه وسلم. الفاتحة. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമസ്ത കേരള സുന്നി യുവജന സംഘം കുട്ടമംഗല യൂണിറ്റിൻ്റെ സമ്മേളന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഷർഫുദ്ദീൻ മൗലവി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന SMK തങ്ങൾ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, സംസാരം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. أكبر الله أكبر لا إله إلا الله والله أكبر. സുന്നി യുവജന സംഘം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി വെൺമനാട് യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് സവിനയം സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ഉദ്ഘാടകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ബാലവി അൽ ഖാസിമി അവർ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അസംഖ്യം വേദികളിൽ സമസ്തയുടെ ശബ്ദം എത്തിക്കുക വഴി തന്നെക്കാൾ ഉയരവും പദവിയുമുള്ള ആളുകളിൽ നിന്ന് അർഹതയും അംഗീകാരവും നേടാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത ബഹുമാനപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ അവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സംഗമത്തെ അവൻ പൊരുത്തപ്പെടുന്നൊരമലാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സത്യപ്രസ്ഥാനത്തിൻ്റെ ശബ്ദം ഈ മഹലിൽ ഇങ്ങനെ ഉയർത്താൻ കഠിനാധ്വാനം ചെയ്യുകയും അതിനെ ആഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സജീവ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ ബഹുമാനപ്പെട്ട ഫസൽ ഡോക്ടർ അടക്കമുള്ള ആളുകൾ, ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട രംഗം, അവരുടെ എളാപ്പ ബഹുമാനപ്പെട്ട പോക്കാക്കില്ലത്ത് സയ്യിദ് സാഹിബ് അവർ ഏകദേശം 45 മിനിറ്റ് മുമ്പ് മരിച്ചു പോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇത്രയും മഹത്തായ ഒരു സംഗമത്തിൻ്റെ ഈ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനോട് ദുആ ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി നമ്മൾ കണക്ക് കൂട്ടുന്നു. ഒറ്റ കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലാത്ത ഏതൊക്കെ സംഘടനകൾ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളെക്കാൾ ഏറ്റവും ആളും അർത്ഥവുമുള്ള സംഘടന ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്നും സമസ്തയെക്കുറിച്ച് കേൾക്കാത്ത, സമസ്തയെക്കുറിച്ച് അറിവില്ലാത്ത, എന്താണിതെന്ന് ഒരിക്കൽ പോലും ഒരു ശബ്ദം കേട്ടിട്ടില്ലാത്ത ഒരു പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് അതിനൊരു പുതിയ സംഘടനയാണോ, അതല്ലെങ്കിൽ ഇതൊരു ആളില്ലാത്ത അർത്ഥമില്ലാത്ത സംഘടനയാണോ എന്ന് തോന്നിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എൻ്റെ ജില്ലയായ തൃശ്ശൂർ ജില്ലയുടെ ഈ പ്രദേശത്തിൻ്റെ മനഃശാസ്ത്രം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് അതിനോട് താല്പര്യമുള്ള ആളുകൾ ഓരോ സ്ഥലങ്ങളിലും വന്ന് ജോലി ചെയ്തപ്പോൾ ഞങ്ങളുടെ ഈ വിഭാഗമല്ലാത്ത മറ്റു വിഭാഗം ഇങ്ങോട്ട് കടന്നു വരരുതെന്ന് മനസ്സിലാക്കുകയും, ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ജില്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ മഹലിൽ ജോലി ചെയ്യുന്ന ഖത്തീബുമാർ, മുദരീസുമാർ, അതുപോലെ സദർ മുഅല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് പറയുന്നുവോ അതിൻ്റെ പിന്നാലെ പോകുന്ന നിഷ്കളങ്കരാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ ആളുകൾ. അപ്പം അന്ന് അതുകൊണ്ട് അവർ പറഞ്ഞു ഇതാണ് ശരി, മറ്റൊന്നുമില്ല, മറ്റവരൊക്കെ മോശക്കാരാണെന്ന് പറഞ്ഞു. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നോ, അതിൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നെന്നോ, സത്യം എന്താണെന്നോ പഠിക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല. അതിന് സാഹചര്യങ്ങൾ ഉണ്ടായില്ല, ആവശ്യമുണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യം ഉസ്താദുമാർ പറയുന്നതാണല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങനെ അവരങ്ങനെ വിശ്വസിച്ച് പോന്നപ്പോൾ മറ്റൊന്നും അവർ കേട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം അത് സത്യത്തിൻ്റെ അഹലുകാർ മാത്രം കൈകാര്യം ചെയ്യുന്നതും
ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതും മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ളൊരു സംഘടനയാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വെളിച്ചത്തിനെ ആർക്കും തടഞ്ഞു നിർത്താൻ ധാരാളം കാലം അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അങ്ങനെ തടഞ്ഞു നിർത്തിയ പല സ്ഥലങ്ങളിലും ആ വെളിച്ചം കത്തിച്ചു വെക്കാൻ, അവിടുത്തെ ഇരുട്ട് മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമദ് സാഹിബ് തന്നെ പല സ്ഥലത്തും പോയിട്ട് ഇരുട്ട് മാറ്റിയ കഥകളൊക്കെ നമുക്കറിയാം. ഒരിക്കൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ശബ്ദം എത്തിക്കാൻ അനുവദിക്കാതെ സമസ്തയുടെ മദ്രസകളെയും അതിൻ്റെ പരീക്ഷകളെയും എല്ലാം തടഞ്ഞു വെച്ച് അവിടെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ട് പൈസ കെട്ടുമ്പോൾ, പരീക്ഷ ഫീസ് കെട്ടുമ്പോൾ ആ ഫീസ് കൊണ്ടുപോയി കുട്ടികൾ ഉദ്ദേശിച്ചത് എന്താണോ, രക്ഷിതാക്കൾ ആഗ്രഹിച്ചത് എന്താണോ അതിന് ഘടകവിരുദ്ധമായ സ്ഥലത്ത് വഞ്ചനാത്മകമായ രീതിയിൽ, വഞ്ചനാപരമായ രീതിയിൽ അതിനെതിരായിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി പൈസ കെട്ടുകയും അതാണ് യഥാർത്ഥമെന്ന് പാവങ്ങളാ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്ത പാലക്കാട് ജില്ലയിലെ ഒരു പ്രാന്തപ്രദേശത്ത് ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ചെന്ന് പ്രസംഗിച്ചപ്പോൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ആളുകൾ തിരുത്തുകയും ആ സ്റ്റേജിലേക്ക് ആളുകൾ കടന്നു വന്നിട്ട് സമസ്തയോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ഒരുപക്ഷെ ഇവിടെ അനുസ്മരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വളരെ വികാരപരമായിട്ടാണ് അന്ന് സമസ്തയുടെ വേദികളിൽ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രദേശമാണ്. ഇവിടെ അതല്ലാത്ത മറ്റൊന്നും കേൾക്കരുതെന്ന് ആഗ്രഹിച്ച ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ആളുകളെ കുറ്റം പറയാനല്ല, സംഘടനാപരമായ താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അവരന്ന് ആ സംഘടനയുടെ ആൾക്കാരായതുകൊണ്ട് അവർ ആ സംഘടനയോട് കൂറ് പുലർത്തി ആ സംഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ വളരെ ബോധപൂർവമായി മറ്റുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു എന്നുള്ളതാണ്. അതേസമയം സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർ പറയുന്നതും ഇതും കൂടി പരസ്പരം താരതമ്യം ചെയ്ത് നോക്കി അതിൽ നിന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുമായിരുന്നു. അങ്ങനെ എല്ലാ അവസരങ്ങളെയും നിഷേധിക്കുകയും എല്ലാ പഴുതുകളെയും അടച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇവിടെ ഈ പ്രസ്ഥാനത്തിന് ഇന്ന് വരെ വേരില്ലാതെ പോയതും ഈ ശബ്ദം ഇവിടെ കേൾക്കാതിരുന്നതുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ആമുഖമായിട്ട് ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദരണീയനായ SMK തങ്ങൾ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സവിനയം സാദരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സംഗമം അവൻ തൃപ്തിപ്പെടുന്ന സംഗമമാക്കി തരട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സുപ്രധാന കീഴ്ഘടകമായ SYSന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹായോഗം അള്ളാഹു ഇവിടെ അതിൻ്റെ ശരിയായ വളർച്ചയിലേക്ക് എത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓരോ ആൾക്കാർക്ക് തോന്നിയ വിധത്തിൽ കൂടി സംഘടന ഇതിൽ നിന്ന് മടർത്തിയെടുത്ത് രൂപീകരിച്ചു, അവിടെ പ്രവർത്തനം തുടങ്ങുക, അങ്ങനെ തറവാടിനെ കല്ലെടുത്ത് ഇതിനെ നശിപ്പിക്കാം, ഇങ്ങനൊരു പ്രവണത. ആ പ്രവണതയിൽ പെട്ടതാണല്ലോ ഇവിടെ ഫർദായ നിസ്കാരം തന്നെ 3 നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്നത്. ഖുർആൻ ഹദീസ് സൊസൈറ്റി എന്നും പറഞ്ഞിട്ട് അതും തലപ്പത്തിരിക്കുന്നത് ഒരു ആലിമായ മനുഷ്യൻ, കുറച്ച് വിവരമുള്ള മനുഷ്യൻ. ആലിമീങ്ങളാണല്ലോ റിങ്ങിന്ന് പുറത്തു പോയതൊക്കെ. വലിയ വലിയ ആലിമായി കഴിഞ്ഞാൽ അപ്പം റിങ്ങിന്ന് പുറത്തു പോകും. തുടക്കം മുതൽ അതെന്തിനു വെച്ചിരിക്കുന്നത്, ഇപ്പോഴും അതന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇബിലീസ് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ആലിമ. ഇബിലീസ് റിങ്ങിന്ന് പുറത്തുപോയി. അതേപോലെ ബല്ലാമായിരുന്നു ഇവിടുത്തെ വേറൊരാൾ. അതേപോലെ തന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ അസ്ഹാബി കുല്ലുഹും കന്നുജൂം എന്ന് പറഞ്ഞു. അങ്ങനെ സൈലബത്തിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിലൊക്കെ പറഞ്ഞല്ലോ, വക്കാന ജബ്ഹത്തുഹു കറുബത്തിൽ ബി കസറത്തി സുജൂദ്, നിസ്കരിച്ച് നെറ്റികളൊക്കെ ഒട്ടകത്തിൻ്റെ മുട്ടുംകാല് തഴമ്പിച്ച പോലെ തഴമ്പിച്ചിരുന്നു. അദ്ദേഹം റിങ്ങിന്ന് പുറത്തുപോയി. യഥാർത്ഥം പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഇസ്ലാമിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് കേടുപറ്റതായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശാലമായി പന്തലിച്ച് എടുക്കുന്ന 40 മുഷാവറ അംഗങ്ങളിൽ നിന്നും 4 ആളെ പുറത്താക്കപ്പെടുകയോ സ്വയം പോവുകയോ ചെയ്ത ആൾക്കാർ ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളാണ് സമസ്ത എന്നും പറഞ്ഞ് ഒരു ഡൂബിളി സമസ്ത തയ്യാറാക്കില്ല. ഉബിയന്നഹും മജ്മഈൻ പണ്ട് ആരാണ്ട് പ്രഖ്യാപിച്ച പോലെ ഞങ്ങൾ സമസ്തയെ നശിപ്പിച്ചേ ഇരിക്കുള്ളൂ എന്നുള്ള ശത്രുത മനോഭാവത്തോടുകൂടി രംഗത്ത് വന്നു. അവരാണ് ഇവരെ എല്ലാവരും കവച്ചു വെച്ചിട്ട്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും അതേപോലെ തന്നെ ഖുർആൻ ഹദീസ് സൊസൈറ്റിക്കും മറ്റുള്ളവർക്കും ആരും ചെയ്യാത്ത വിധത്തിൽ കൂടി തിരിച്ചടിക്കാൻ അവർക്ക് കിട്ടി. ഇപ്പോൾ അടുത്ത കണ്ടില്ല ഒരു യോഗം കഴിഞ്ഞല്ലോ, എവിടെ എറണാകുളം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല, അതിൽപ്പെട്ട ഒരു മഹാനാണല്ലോ, തെറ്റിപ്പിരിഞ്ഞ മഹാന്മാരിൽപ്പെട്ട ഒരാൾ. ഈ 40ാമത്തെ വാർഷികം ഇവിടെ കഴിയുന്നതിനോടുകൂടി അവറ്റകൾ മുഴുവൻ വിറച്ച് ചത്തുപോകുന്നു പറഞ്ഞു. ഒരു ലേശ ഈമാനുണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ബാധ്യതയാണ്. സർവശക്തനായ അർഹമുർ റഹീമീൻ ഈ ദീനിനെ അതിൻ്റെ വേണ്ടുന്ന വിധത്തിൽ കൂടി സംരക്ഷിക്കാനുള്ളതായ കരുത്തും തന്നെയും അല്ലാഹു നമുക്ക് തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി PP മുസ്തഫ മുസ്ലിയാർ സദസ്സിന് ആശംസാ പ്രഭാഷണം നിർവഹിക്കുന്നു. സവിനയം സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മൗലവി അവർകളെ, ആദരണീയനായ ജില്ലാ ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷൻ SMK തങ്ങൾ അവർകളെ, സത്യത്തിൻ്റെ ശബ്ദമായ കേരളക്കരയിൽ മാത്രമല്ല മുഴുവൻ മേഖലകളിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും യഥാർത്ഥ ആദർശങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ സത്യത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അവർകളെ, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്യുത്തര കേരളം മുതൽ അനന്തപുരിയുടെ ഹൃദയം വരെ ഗ്രാമങ്ങളും നഗരങ്ങളും കാതോർത്തിരിക്കുന്ന പ്രഭാഷണ കേരളത്തിന്റെ കുലപതി, സുന്നി യുവചേതനയുടെ ആവേശം, വിഘടിത സുന്നികളുടെ പേടിസ്വപ്നമായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സദസ്സിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സവിനയം സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ അധ്യക്ഷനും കൂടിയായ സുഹൃത്ത് ഷറഫുദ്ദീൻ മൗലവി, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ SMK തങ്ങൾ ബാഅലവി അവർ, വേദിയിലുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കാസിം ഫൈസി, നമ്മുടെ വേദിയെ പ്രൗഢമാക്കുന്ന അഭിവന്ദരായ നൂറുദ്ദീൻ യമാനി, A ജാഫർ, മുസ്തഫ മുസ്ലിയാർ, ഉസ്മാൻ ഹാജി, ഉമർ ഹാജി, ഷിഹാബുദ്ദീൻ മാസ്റ്റർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഷെരീഫ് ഫൈസി, നിയാസ് ഫൈസി, ഉമർ ബാക്കവി, തഖിയുദ്ദീൻ യമാനി, VA ഇസ്മായിൽ, K അബൂബക്കർ, കുഞ്ഞുബാവ, KM ഹനീഫ്, KH സിദ്ദീഖ് തുടങ്ങി സ്വാഗത പ്രഭാഷണം നിർവഹിച്ച PK കുഞ്ഞിബാപ്പു സാഹിബ് അടക്കമുള്ള നമ്മുടെ ഈ മഹത്തായ ചടങ്ങിന് സാക്ഷികളായ പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, വിശേഷിച്ച നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടി സന്തോഷം കൊള്ളുവാൻ പടച്ചറപ്പ് നമ്മെ തുറക്കുമാറാവട്ടെ. വളരെ പ്രയാസപ്പെട്ട് ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സന്നിഹിതരാവുകയും ചെയ്ത പ്രിയപ്പെട്ട സംഘാടകരെയും സന്നിഹിതരായ പ്രിയപ്പെട്ട പ്രവർത്തകരെയും അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.
കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വളരെ മനോഹരമായൊരു സദസ്സൊരുക്കിക്കൊണ്ട് ഈ പരിപാടി പ്രൗഢമാക്കാൻ മുന്നോട്ട് വന്ന് നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിലേക്ക് ആമുഖമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മം. അതുകൊണ്ട് തന്നെ മറ്റു വശങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ അവിടെ ഊന്നി നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാനേ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ നേരത്തെ കടന്നു വന്നിട്ടുണ്ട്. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണ് എന്ന രീതിയിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അതിൻ്റെ പ്രത്യേകതയുമുണ്ട്. അവർ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്ര സത്യം. പക്ഷേ അവരുടെ കടന്നു വരവോടുകൂടി നമ്മുടെ കൊച്ചു കേരളത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം കൂടുതൽ സുസാധ്യമായി നിർവഹിക്കാൻ, വ്യാപക പ്രബോധനം നിർവഹിക്കാൻ സാധിച്ചു. അവരാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ആക്കം കൂട്ടിയ മിഷണറികൾ. അതിൻ്റെ മുമ്പും ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടന്നിട്ടുണ്ട്. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന മഹാനടക്കമുള്ളവർ ആദമല കാണാൻ ഇതുവഴി കടന്നുപോയതും ഇവിടെ ഇറങ്ങിയതും ഇസ്ലാമിനെ കുറിച്ച് അന്നത്തെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തതും ചന്ദ്രൻ വന്ന സംഭവത്തെക്കുറിച്ചൊക്കെ അരമനയിൽ ചർച്ച നടന്നതും അതുവഴി ഒരു രാജൻ ബാണപ്പെരുമാൾ ഇവിടുന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയതുമൊക്കെ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവും കടന്നു വരുന്നതിന് മുമ്പേ കേരളത്തിൽ ദീനുണ്ട് എന്ന വസ്തുത അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മഹത്തുക്കൾ കടന്നു വന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനം പള്ളികൾ നിർമ്മിക്കുകയും പള്ളികളിൽ കാദിമാരെ നിർമ്മിക്കുകയും ചെയ്യും. കാദിമാരെ നിയമിക്കുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ അവർ ഇസ്ലാമിൻ്റെ പ്രബോധനം ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ആ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ശൈലിയായിരുന്നു ആദ്യകാലത്ത് ഇവിടെ വന്ന പ്രബോധകന്മാരൊക്കെ സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു ദേശത്ത് പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയിലൊരു കാദി നിയമിതനാകും. ആ കാദി ജനങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കും. അത്തരമൊരു പ്രക്രിയ നമ്മുടെ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നടന്നതായി പഴയകാല പ്രബോധന ചരിത്രങ്ങളും ഇന്ന് ലഭ്യമാകുന്ന ചരിത്ര രേഖകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം കേന്ദ്രമായി വളർന്നു വന്ന പ്രദേശമാണ് ചാലിയം, പ്രത്യേകിച്ച് കോഴിക്കോട്. ആ കോഴിക്കോട് പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പ്രമുഖരായ ചില കുടുംബങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബാണപ്പെരുമാൾ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം ധർമ്മടത്ത് പോയി തിരിച്ച് ബേപ്പൂരിൽ വന്നുകൊണ്ടാണ് കപ്പൽ കയറി പോകുന്നത്. ധർമ്മടത്ത് പോയി തൻ്റെ സഹോദരി ശ്രീദേവിയെ കണ്ടുകൊണ്ട് ശ്രീദേവിയുടെ മകൻ കോഹിനൂറിനെയും കൊണ്ട് തിരിച്ച് കപ്പൽ അദ്ദേഹം ബേപ്പൂരിൽ കൊണ്ടുവന്ന് ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരായ 4-5 കുടുംബത്തിലെ പ്രമുഖ ഹിന്ദു നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എന്ന്, അവർ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ മുഴുവൻ ഡോക്ടർ CK റഹീം സാർ തപ്പിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മനോഹരമായി ചാലിയത്തു നിന്നും ബാണപ്പെരുമാളിൻ്റെ കൂടെ യാത്ര ചെയ്ത അമുസ്ലിം തറവാട്ടിലെ കാരണവന്മാരുടെ പേരും അവർ തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പേരും വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഏതൊരു പഠിതാവിനും പഠിച്ചാൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നതോടുകൂടി ചാലിയം ഒരു ഇസ്ലാമിക കേന്ദ്രമായി. അവിടെയാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല ഇവരുടെയൊക്കെ സ്വത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളി നിർമ്മിക്കുന്നത്. ആ പള്ളി നിർമ്മിച്ച് അവിടെ നല്ല ഒരു പള്ളി നിർമ്മിച്ചതോടുകൂടി അവിടെ ബഹുമാനപ്പെട്ടവർ തൻ്റെ പേരമകനെ തന്നെ കാദിയാക്കി. കാരണം ഇസ്ലാമിന് നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശമായി ചാലിയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ഇസ്ലാം അവിടെ പ്രചരിക്കാൻ തൻ്റെ മകൻ തന്നെ കാരണക്കാരനാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ കാദിയാക്കി. മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ് അവിടെ കാദിയായി വന്നത്. അദ്ദേഹത്തിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവിടെ പ്രചരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കോഴിക്കോട് കാദിമാരുടെ ചരിത്രം പഠിച്ചു നോക്ക്. കോഴിക്കോട് കാദിമാരുടെ ചരിത്രത്തിൽ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കാദി, ഒന്നാമത്തെ കാദി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി തങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കോഴിക്കോട് കാദി പരമ്പരയിൽ പ്രോജ്വലനും പ്രമുഖനുമായ പല പണ്ഡിതന്മാരും കാദിമാരായി വന്നു. ആ കാദിമാരായ കൂട്ടത്തിൽ ചരിത്രത്തിലേറെ അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതൻ കാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് മുതൽ കിൽസിൻ്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദി മുതൽ ഫഖറുദ്ദീൻ റംദാനി ഷാലിയാത്തി തങ്ങൾ മുതൽ അറിയപ്പെടുന്ന പ്രോജ്വലനും പ്രമുഖനുമായ പല പണ്ഡിതന്മാരും കടന്നു വന്നു. കാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാം. അദ്ദേഹമാണ് ഫതഹുൽ മുബീൻ എഴുതിയത്, അദ്ദേഹമാണ് മുഹീദ്ദീൻ മാല എഴുതിയത്. വലിയ ആലിമായിരുന്ന അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തസ്നീഫാത്തുകൾ കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ
ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു കോഴിക്കോട് ഖാദി കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി ഖാദി. മോയിൻകുട്ടി വൈദ്യർക്ക് ബദർ പടപ്പാട്ട് എഴുതുവാൻ തന്റെ പള്ളി ദർശൽ മോയിൻകുട്ടി വൈദ്യരെ ഇരുത്തിയിട്ട് ബദറുൽ കുബ്ര പഠിപ്പിച്ചു കൊടുത്തത് മുഴുവൻ, അതിന് പ്രേരിപ്പിച്ചത് മുഴുവൻ കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി ഖാദിയാണ് എന്ന് മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ പണ്ഡിതന്മാർ വലിയ സേവനമാണ് കേരളത്തിൽ നിർവഹിച്ചത്. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു ഖാദിയായിരുന്നു, കോഴിക്കോട് ഖാദി കുടുംബത്തിലെ പ്രോജ്വലനായ ഒരു ഖാദിയായിരുന്നു ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റമദാൻ ശാലിയാത്ത്. അദ്ദേഹം കോഴിക്കോട് ഖാദിയായിരിക്കുമ്പോഴാണ് പൊന്നാനിയിൽ നിന്നും ഒരു മുത്തഅല്ലിം അദ്ദേഹത്തിന്റെ ദർസിലേക്ക് പഠിക്കാൻ വരുന്നത്. ആ മുത്തഅല്ലിം അവിടെ പഠിച്ചു, പിന്നെ വിദേശത്ത് പോയി ഹറമിൽ പഠിച്ചു. പിന്നെ അദ്ദേഹം നേരെ പോയി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന പ്രമുഖ നഗരങ്ങളിൽപ്പെട്ട ഒരു പ്രധാന നഗരമായ കെയ്റോ നഗരത്തിലെ അൽ അസ്ഹർ സർവകലാശാലയിൽ പോയി. അവിടുന്ന് ഇൽമു പഠിച്ചുകൊണ്ട് തിരിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹമാണ് ഒന്നാമത്തെ മഖ്ദൂം അബൂ യഹിയ സൈനുദ്ദീൻ ബിൻ അലി എന്ന മഹാപണ്ഡിതൻ. ആ മഹാൻ പഠിച്ചത് ആദ്യം അദ്ദേഹം ദർസ് വിദ്യാഭ്യാസം നേടുന്നത് കോഴിക്കോട്ട് പള്ളി ദർസിലാണ്. അങ്ങനെ തന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് ഖാദി കുടുംബത്തിലെ ഫഖ്റുദ്ദീൻ റമദാൻ തങ്ങളുടെ ദർസിൽ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഹറമിൽ പോയി. അവിടുന്ന് പിന്നെ അസ്ഹറിൽ പോയി ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. മഹാനായ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ, ആ മഹാന്റെ ഖബർ ഇന്നും കെയ്റോയിൽ ഇമാം ഷാഫി തങ്ങളുടെ പള്ളിക്ക് സമീപം ഇമാം ഷാഫി തങ്ങളുടെ ഖബറിന്റെ വെളിപ്പാടകലുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം. കേരളത്തിലെ ഒരു വലിയ പണ്ഡിതനെ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവര്യനാണ് അദ്ദേഹം. ഒരാഴ്ച മുമ്പ് ഒരു ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ എനിക്ക് ആ മഹത്തായ ഖബർ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുന്നു. അത്രയും വലിയ ചരിത്രാവശിഷ്ടങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശത്ത് പോയിട്ട് ഇൽമ പഠിച്ച് തിരിച്ചു വന്നു ഒന്നാമത്തെ മഖ്ദൂം. ആ മഹാനുഭാവൻ വലിയ ഒരു ദർസുണ്ടാക്കി പൊന്നാനി. ആ പൊന്നാനി പള്ളി ദർസിന്റെ പ്രൗഢി ജാമിഉൽ അസ്ഹറിൽ അദ്ദേഹം എന്ത് കണ്ടുവോ അതനുസരിച്ചുള്ള ഒരു സിലബസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മഹത്തായ പള്ളി ദർസ് ക്രമീകരിച്ചത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്നും ആളുകൾ വന്നു. കോഴിക്കോട്ടെ പള്ളി ദർസിനേക്കാൾ പ്രസിദ്ധമായ ഒരു പള്ളി ദർസായി പൊന്നാനിയിലെ പള്ളി ദർസ് മാറി. കോഴിക്കോട്ടെ പള്ളി ദർസ് ജനകീയമായിരുന്നില്ല. അത് പ്രധാനപ്പെട്ട ആളുകൾക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ഇൽമ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു പള്ളി ദർസായിരുന്നു. പൊന്നാനിയിലെ ദർസ് ജനകീയമായിരുന്നു. ആ പൊന്നാനി പള്ളി ദർസിൽ ഒരുപാട് ആളുകൾ വന്ന് പഠിച്ച ഇൽമ നേടി നാനാഭാഗത്തേക്കും വിജ്ഞാന പ്രസരണം തുടങ്ങി. അവിടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ മഖ്ദൂം വന്നു. രണ്ടാമത്തെ മഖ്ദൂം വന്നപ്പോൾ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാം മഖ്ദൂം, അദ്ദേഹവും വിദേശത്ത് പോയി പഠിച്ച ഇൽമ നുകർന്നുകൊണ്ട് ഇവിടെ വന്ന ഇൽമ സമൂഹത്തിന് പകർന്നു കൊടുത്തു. ആ ദർസ് ഒന്നുകൂടി വിപുലമായി. ചുരുക്കത്തിൽ പൊന്നാനി പള്ളി ദർസിൽ പൊന്നാനി പള്ളിയുടെ മധ്യത്തിലുള്ള ആ തിരിയിട്ട് കത്തിക്കുന്ന ഒരു കൊച്ചു വിളക്കുണ്ട്. ആ വിളക്കിൽ നിന്നുള്ള തീനാളം കത്തിച്ചെടുത്തുകൊണ്ടാണ് സനദ് നേടിയവർ പുറത്തു പോയത്. അവരാണ് നാടിന്റെ നാനാഭാഗത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയത്. ഈ വേദിയിലും ഈ സദസ്സിലും വയ്ക്കുന്ന ഓരോരുത്തരും പണ്ഡിതന്മാരല്ല, സാധാരണക്കാർ പോലും. അലിഫ് എന്നൊരക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഗുരുപരമ്പരയിലൂടെ ഒന്ന് പരതി നോക്ക്. തന്റെ ഗുരുവിന്റെ 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 ഗുരുവിലൂടെ പോയി നോക്ക്. നമ്മുടെ ഇൽമ നേരെ ചെന്നെത്തും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളിൽ. ആ മഖ്ദൂമിന്റെ പൊന്നാനിലെ വിളക്കത്തിന്റെ തിരുനാളത്തിലെത്തും നമ്മുടെ ഇൽമ. ഈ ഇരിക്കുന്ന ഏതൊരുവനുണ്ടെങ്കിലും ശരി, നമ്മുടെ ഇൽമിന്റെ പ്രഭ ചെന്നെത്തുന്നത് പൊന്നാനിന്റെ വിളക്കത്തെ തിരിയില. ആ പൊന്നാനിലെ വിളക്കത്ത് നിന്ന് കത്തിച്ചെടുത്ത ഇൽമയെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ഗുരുവല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരു, അല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരു കത്തിച്ചു കൊണ്ടുപോകുന്നതാ. അപ്പൊ നമ്മുടെ ഇൽമ മുഴുവൻ പൊന്നാനിയിലെത്തും. പൊന്നാനിയിലേക്ക് ആ ഇൽമ വരുന്നത് കോഴിക്കോട്ടെ പള്ളി ദർസിലെ ഫഖ്റുദ്ദീൻ റമദാനി ശാലിയാത്തി തങ്ങളിലെത്തും. അവിടുന്ന് ആ പരമ്പരയിലൂടെ മേലോട്ട് പോയി ആ ഖാദി കുടുംബത്തിന്റെ സ്ഥാപക നേതാവ്, ആ പരമ്പരയുടെ തലപ്പത്തുള്ള ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി എന്ന് പറയുന്ന മഹാനിലെത്തും. സൈനുദ്ദീൻ മദനി മാലിക് ഇബ്നു ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയാ. മാലിക് ഇബ്നു ഹബീബ് വഴി ആ ഇൽമ അങ്ങനെ കടൽ കടന്നു പോയി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെത്തും. അപ്പോൾ നമുക്ക് ദീന് വന്നതിന് ഒരു താവഴിയുണ്ട്. നമ്മളിലേക്ക് പരിശുദ്ധ ദീൻ എത്തിയതിന് ഒരു തറവാടിത്തമുണ്ട്. ആ തറവാടിത്തത്തിന്റെ വഴിക്ക് ദീന് കിട്ടിയവരാ നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ തറവാടിത്തം അനുസരിച്ചുള്ള ദീൻ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. മഖ്ദൂം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം കഴിഞ്ഞ് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മഖ്ദൂം ഈ കാലഘട്ടവും അതുപോലെ തന്നെ മാലിക് ദിനാറിന്റെ കാലഘട്ടവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. മാലിക് ഇബ്നു ദിനാർ തങ്ങൾ എന്തുകൊണ്ട് വന്നോ അതാണ് മഖ്ദൂമമാർ ഇവിടെ പഠിപ്പിച്ചത്. ആ ബന്ധം ശരിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. രണ്ടാമത്തെ മഖ്ദൂം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് കൃത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം 1583 AD 1583 AD ക്രിസ്തുവിന്റെ മരണശേഷമുള്ള കണക്ക്.
1583, ഇപ്പൊ 2013 1583 രണ്ടാമത്തെ മഖ്ദൂമ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ശരിക്കും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് രണ്ടാം മഖ്ദൂമ പോയി. ആ രണ്ടാം മഖ്ദൂമിന്റെയും ഒന്നാം മഖ്ദൂമിന്റെയും കയ്യിൽ നിന്ന് ഇൽമ പഠിച്ച വലിയൊരു തലമുറ, വലിയ വലിയ പള്ളി ദർസുകൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തു. ബഹുമാനപ്പെട്ട വെളിയങ്കോട് മർക്കാദിത്തങ്ങൾ, ഇബ്നു ഹിഷാമുൽ മരക്കാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ, സാധാരണക്കാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ജനകീയ പണ്ഡിതന്മാരായ ശുജായി മൊയ്ത മുസ്ലിയാർ മുതൽ കുഞ്ഞായി മുസ്ലിയാർ വരെ. രണ്ടാമത്തെ മഖ്ദൂമ മരിച്ചു പോകുന്നത് കൃത്യമായി പറഞ്ഞ ഹിജ്റ വർഷം 991, ക്രിസ്തു വർഷം 1583. എന്നാ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് 920. 920 1583 തമ്മിൽ അകലം എത്രയാ? 328 കൊല്ലം. മഖ്ദൂമ മരിച്ചിട്ട് 300 കൊല്ലം കേരളത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. മഖ്ദൂമ പഠിപ്പിച്ചത് അങ്ങനെ കൊണ്ടുനടന്നു. 3 നൂറ്റാണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഒരു അഭിപ്രായ വ്യത്യാസം. 3 നൂറ്റാണ്ടിലധികം കേരളത്തിലെ മുസ്ലിങ്ങൾ ദീൻ ശരിക്കും മുറുകെ പിടിച്ചു. ഇവിടെ തർക്കണ്ടായിരുന്നു. അവര് മൗലിദ് ഓതിയില്ലേ? അവര് റാത്തീബ് ചൊല്ലിയില്ലേ? അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചില്ലേ? അവര് ഖബർ സിയാറത്ത് ചെയ്തില്ലേ? അവര് ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചല്ലോ. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ പിന്തുടരുന്ന മാർഗം മഖ്ദൂമ പഠിപ്പിച്ചു കൊടുത്തു. ഖൗമ് പഠിച്ചു, ജനങ്ങൾ അത് പഠിച്ചു, പിന്നെയും പഠിപ്പിച്ചു. 3 നൂറ്റാണ്ട് കാലം തുടർന്നു. 920 വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തേ ഉണ്ടായത്? ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നു ഈജിപ്ഷ്യൻ ചിന്തയുമായി. ഞാനതിന്റെ അടിവേരുകളിലേക്ക് കടന്നു പോകുന്നില്ല, നമുക്ക് ചരിത്രം മാത്രം നോക്കാം. അള്ളാഹുവിന്റെ തിരുദൂതർ എന്ത് പറഞ്ഞുവോ അതിവിടെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ തിരുദൂതർ സമൂഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ ഗൗരവത്തിലൊരു കാര്യം പറയുമ്പോൾ ഹദീസിന്റെ തലക്കത്തിൽ ഒരു വാചകം ഉണ്ടാകും, അല. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. എനിക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനും തന്നു, വമിത്ലഹു മഅഹു. ഖുർആൻ പോലെ ചില കാര്യങ്ങളും എനിക്ക് പടച്ചറപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്ന എനിക്ക് അല്ലാഹു ഖുർആൻ തന്നു. അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. എനിക്ക് അല്ലാഹു ഖുർആനും തന്നു, അതുപോലെ വേറെ പലതും തന്നു. ഖുദ്സിയ ഹദീസില്ലേ? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നിർബന്ധ കർമ്മമായ 5 വക്ത നിസ്കാരം നേരത്തെ തങ്ങളിവിടെ പറഞ്ഞല്ലോ. ഖുർആൻ നോക്കിയാൽ 3 വക്തേ കിട്ടും. ഖുർആനിലൂടെ നമുക്ക് 5 വക്ത നിസ്കാരം കണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കണ്ടെടുത്താൽ തന്നെ അതിന്റെ സമയക്രമം ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പരിശുദ്ധ പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്തതാ. ഇന്നി ഊതീതുൽ ഖുർആന വമിത്ലഹു മഅഹു. എന്നിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു, അല യൂശികു റജുലുൻ ശഅബാൻ യഖൂൽ. വയറ് നിറച്ച് ഉണ്ടിട്ട് ഒരാൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? കുറച്ചൊക്കെ സൗകര്യവും സംവിധാനവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പണത്തിന്റെ പളപ്പൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു സൗകര്യമുള്ള കാലഘട്ടം പറയുമ്പോൾ പറയും, എളിഞ്ഞു നിന്നിട്ട് സ്റ്റേജിൽ കയറി പറയും എന്ത്? അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, അന്നത്തെ കാലത്ത് ഖൗമ് പറയും, എന്ത് പറയും? അലൈക്കും ബിഹാദൽ ഖുർആൻ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലുഹു ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹറിമുഹു. നിങ്ങൾ ഈ ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ മതി. അലൈക്കും ബിഹാദൽ ഖുർആൻ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലുഹു. ഖുർആനിലെ ഹലാലാണോ നിങ്ങൾ ഹലാലാക്കിക്കോ. ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹറിമുഹു. ഖുർആനിലെ ഹറാമ് പറഞ്ഞോ, നിങ്ങൾ എതിർത്തോ, അതിന്റെ അപ്പുറത്തേക്ക് നോക്കണ്ട. എന്നിട്ട് പരിശുദ്ധ പ്രവാചകർ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. അള്ളാന്റെ റസൂലാകുന്ന ഞാനൊരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഗൗരവമുള്ള വാക്കാണ് ആ വാക്കിന്റെ ഗൗരവം നോക്കുങ്ങൾ. നമ്മളിവിടെ വന്ന 921 ശേഷമുള്ള ആളുകളുടെ പ്രധാന വാദം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വാദം, കൂടുതൽ 3 കാര്യം അവർ പറഞ്ഞത് മഹാപകടല്ലേ. അവരൊന്ന് പറഞ്ഞെന്താ? പ്രവാചകൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു. അതിനെ പറയാൻ പാടില്ല. വഹിയല്ലാത്തൊരക്ഷരം സംസാരിക്കാത്ത, ദീനിന്റെ വിഷയത്തിൽ വഹിയല്ലാത്ത, മാ യന്തികുമിൽ ഹവാ ഇല്ലാ വഹിയും യൂഹ, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സന്ദേശം കിട്ടുന്ന ഒരു മനുഷ്യനെ സാധാരണക്കാരെന്ന് പറയാൻ പാടില്ല. പ്രവാചകന് തെറ്റുപറ്റുമെന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിന്തുടർന്നാൽ നമ്മൾ തെറ്റൂലേ? പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞാൽ അതത്ര വലിയ വിഷയമല്ല എന്നല്ലേ? പ്രവാചക പ്രസക്തി നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ ഗൗരവത്തിന് ഈ 3 വാക്കിലൂടെ പ്രവാചക പ്രസക്തി നഷ്ടപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഉടനെ ചോദിക്കെന്താ, അത് ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താ ചോദിക്കുക?
ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താ ചോദിക്കാൻ, എൻ്റെ സനതൊന്ന് നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കണം മറ്റേ സനതല്ല അവർക്ക് വരണേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇവർ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇവര് ശരിക്ക് പരിശുദ്ധ ഖുർആൻ മാത്രം അവലംബിക്കണം എന്ന് പറഞ്ഞൊരു കൂട്ടരിവിടെ ഉണ്ടായിട്ടില്ലേ? ഇത് ഉണ്ടാവുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് അതിവിടെ ഉണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർക്ക് അള്ള കൊടുത്ത ഖുർആൻ പോലെയുള്ള ബാക്കി കാര്യങ്ങളിൽ വിശ്വാസം വന്നില്ല. അങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയുണ്ടായി? പൂർവ്വകാലത്ത് മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച 3 നൂറ്റാണ്ട് കൗമ കൊണ്ടുവന്നത് മുഴുവൻ തെറ്റായിപ്പോയി. അത് തെറ്റായി എന്ന് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാം എന്ന് പുറത്തുപോയി മുശ്രിക്കായി. നമ്മൾ ചെയ്ത ശിർക്ക്, നമ്മൾ ഏറിപ്പോയൊരു മക്കാമ് കയറി ദുആ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു മഹാനോട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, ആ മഹാനെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് ചോദിച്ചിട്ടുണ്ടാവും. ഈ പ്രവർത്തനം നമ്മൾ ചെയ്തു എന്നതിന്റെ പേര് നമ്മൾ ദീനിൽ അങ്ങോട്ട് പുറത്തുപോയി. ലോകം മുഴുവൻ നമ്മൾ സഞ്ചരിച്ച് നോക്കിയാൽ ജനങ്ങൾ മുഴുവൻ കാഫിറാകുന്ന പണിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കോ? നിങ്ങൾ പരിശുദ്ധ മദീനത്ത് ചെന്ന് നോക്കുക, റൗദ ഷരീഫിൽ എപ്പോഴും സിയാറത്താ.